ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ക്ഷേത്രങ്ങളാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ദക്ഷിണ കൈലാസം എന്ന് അറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണെന്ന് അറിയാമോ? ദക്ഷിണ കൈലാസം ഏതാണെന്ന് അറിയാമോ? വടക്കുംനാഥ ക്ഷേത്രമാണ്. വടക്കുംനാഥ ക്ഷേത്രം. ദക്ഷിണ കൈലാസം വടക്കുംനാഥ ക്ഷേത്രമാണ്. അത് തൃശ്ശൂർ ജില്ലയിലാണ്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നു. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രം തിരുനെല്ലി ക്ഷേത്രമാണ്. ഏതാണ്? തിരുനെല്ലി ക്ഷേത്രമാണ്. ദക്ഷിണ കാശി തിരുനെല്ലി ക്ഷേത്രം. അതുപോലെ തന്നെ ദക്ഷിണ വാരണാസി എന്നറിയപ്പെടുന്നു. ദക്ഷിണ വാരണാസി എന്നറിയപ്പെടുന്നത് കൊട്ടിയൂർ ശിവക്ഷേത്രമാണ്. കൊട്ടിയൂർ ശിവക്ഷേത്രം കണ്ണൂർ ജില്ലയിലാണ്. കൊട്ടിയൂർ ശിവക്ഷേത്രം എവിടെയാണ്? കണ്ണൂർ ജില്ലയാണ്. അതുപോലെ തന്നെ ദക്ഷിണ മൂകാംബിക. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്നത് പനച്ചിക്കാട് ഭഗവതി ക്ഷേത്രമാണ്. ദക്ഷിണ മൂകാംബിക പനച്ചിക്കാട് ഭഗവതി ക്ഷേത്രമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നു. സ്ത്രീകളുടെ ശബരിമല ഏതാണ്? ആറ്റുകാലാണ്. സ്ത്രീകളുടെ ശബരിമല ആറ്റുകാലാണ്. തിരുവനന്തപുരം ജില്ലയിലാണ്. സ്ത്രീകളുടെ ശബരിമല ആൻസർ ആറ്റുകാൽ, ജില്ല ആലപ്പുഴ. അതുപോലെ ദക്ഷിണ കുംഭമേള. ദക്ഷിണ കുംഭമേള ഏതാണ്? ശബരിമല മകരവിളക്കാണ്. ശബരിമല മകരവിളക്കാണ്. അതുപോലെ തന്നെ സീസണിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തുന്ന ക്ഷേത്രം ശബരിമലയാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യമായിട്ട് ടെലിമെഡിസിൻ ആരംഭിച്ച ക്ഷേത്രം ഏതാണ്? ശബരിമലയാണ്. സീസണിൽ അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തുന്ന ക്ഷേത്രം ഏതാണ്? അത് ഗുരുവായൂരാണ്. ഏതാണ്? ഗുരുവായൂരാണ്. ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്നു. ദക്ഷിണ ദ്വാരക ഏതാണ്? ഗുരുവായൂരാണ്. ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്നു. ആൻസർ ഗുരുവായൂർ. അതുപോലെ തന്നെ ദക്ഷിണ കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്നു. ദക്ഷിണ കേരളത്തിലെ പഴനി ഏതാണ്? ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. ജില്ല ആലപ്പുഴയാണ്. വർഷം 3 പ്രാവശ്യം ഉത്സവം നടക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണിത്. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. വർഷത്തിൽ 3 പ്രാവശ്യം ഉത്സവം നടത്തുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം ഏതാണ്? ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. അതുപോലെ തന്നെ ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നു. ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. ജില്ലയാണെങ്കിൽ ആലപ്പുഴ. ദക്ഷിണ ഗുരുവായൂർ ഏതാണ്? അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. അതുപോലെ പാൽപ്പായസത്തിന് ഏറ്റവും പെരുകേട്ട ഒരു ക്ഷേത്രം കൂടിയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അമ്പലപ്പുഴ പാൽപ്പായസം എന്ന് പറഞ്ഞാൽ വേൾഡ് ഫേമസ് ആണ്. വേൾഡ് ഫേമസ് ആണ്. ഞാൻ 2-3 തവണ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്, തൊഴാനായിട്ട് പോയിട്ടുണ്ട്. അതുപോലെ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും പോയിട്ടുണ്ട് കേട്ടോ. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും ഞാൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടംതുള്ളലിൻ്റെ ആവിർഭാവവുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണേത്? ഓട്ടംതുള്ളലിൻ്റെ ആവിർഭാവവുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണ് ഇത്. ക്ഷേത്രം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അതുപോലെ തന്നെ പൂജാമണികൾ അടിക്കാത്ത കേരളത്തിലെ ഏക ക്ഷേത്രം ഏതാണെന്ന് അറിയാമോ? ചമ്രവട്ടം ചമ്രവട്ടത്ത് ശാസ്താ ക്ഷേത്രമാണ് കേട്ടോ. പൂജാമണികൾ അടിക്കാത്ത കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ചമ്രവട്ടത്ത് ശാസ്താ ക്ഷേത്രം. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് നട തുറക്കുന്ന ക്ഷേത്രം ഏതാണ്? തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം, കേരളത്തിലെ പ്രസിദ്ധമായ സൂര്യക്ഷേത്രമാണ് ആദിത്യപുരം സൂര്യക്ഷേത്രം. ഇത് കോട്ടയം ജില്ലയിലാണ്. അതുപോലെ ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്നു പനച്ചിക്കാട് ഭഗവതി ക്ഷേത്രം. എവിടെയാണ്? പനച്ചിക്കാട് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ്. എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ്. പനച്ചിക്കാട് ഭഗവതി ക്ഷേത്രം കോട്ടയം ജില്ല. അതുപോലെ തന്നെ കൈപ്പത്തി പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം ഏതാണ്? കല്ലേക്കുളങ്ങര ഏമൂർ ഭഗവതി ക്ഷേത്രം. കല്ലേക്കുളങ്ങര ഏമൂർ ഭഗവതി ക്ഷേത്രമാണ് കേരളത്തിൽ കൈപ്പത്തി പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രം. അതുപോലെ തന്നെ
അതുപോലെ കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം ഏതാണ്? തിരുവല്ലം, തിരുവനന്തപുരം. കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രമാണ് തിരുവല്ലം, തിരുവനന്തപുരം. കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം എവിടെയാണ്? പുൽപ്പള്ളി, വയനാട്. പുൽപ്പള്ളി വയനാടാണ്. കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം ഏതാണ്? മലനട, കൊല്ലം. കൊല്ലം ജില്ലയിലെ മലനടയാണ്. അതുപോലെ മാമാങ്ക ഉത്സവവും മാമാങ്കം കേരളത്തിൽ നടന്ന പ്രസിദ്ധമായ ഒരു ആഘോഷമായിരുന്നു മാമാങ്കം. ഈ മാമാങ്കവുമായി ബന്ധമുള്ള ക്ഷേത്രം ഏതായിരുന്നു? തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം, മലപ്പുറം ജില്ല. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം അതെവിടെയാണ്? മലപ്പുറം ജില്ലയാണ്. അതുപോലെ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രവും ഇവിടെ തന്നെയാണ്, മലപ്പുറത്ത് തന്നെയാണ്. കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലും ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. വാസ്കോഡഗാമ കന്യാമറിയത്തിൻ്റെ പ്രതിഷ്ഠയാണെന്ന് കരുതി തൊഴുതു വണങ്ങിയ ക്ഷേത്രം ഏതാണെന്ന് അറിയുമോ? പുത്തൂർ ഭഗവതി ക്ഷേത്രം. കേട്ടോ, ഉദ്ദേശിച്ചുകൊള്ളുക. വാസ്കോഡഗാമ കന്യാമറിയത്തിൻ്റെ പ്രതിഷ്ഠയാണെന്ന് കരുതി തൊഴുതു വണങ്ങിയ ക്ഷേത്രമാണ് ഏത് ക്ഷേത്രം? പുത്തൂർ ഭഗവതി ക്ഷേത്രം. പുത്തൂർ ഭഗവതി ക്ഷേത്രം. കേരളത്തിൽ താന്ത്രിക വിധി പ്രകാരം സ്ത്രീകൾ പൂജ ചെയ്യുന്ന ക്ഷേത്രം ഏതാണ്? മണ്ണാറശാല നാഗരാജ ക്ഷേത്രം. കേട്ടോ, ഓർത്തുകൊള്ളുക. താന്ത്രിക വിധി പ്രകാരം സ്ത്രീകൾ പൂജ ചെയ്യുന്ന കേരളത്തിലെ ഒരു ക്ഷേത്രമാണ് ഏത് ക്ഷേത്രം? മണ്ണാറശാല നാഗരാജ ക്ഷേത്രം. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ രഥോത്സവം നടക്കുന്ന എവിടെയാണ്? കൽപ്പാത്തി രഥോത്സവമാണ്. കൽപ്പാത്തി രഥോത്സവമാണ്. കേരളത്തിലെ ഏക തടാക ക്ഷേത്രം ഏതാണ്? ആനന്ദപുരം തടാക ക്ഷേത്രം. കേരളത്തിലെ ഏക തടാക ക്ഷേത്രം ആനന്ദപുരം തടാക ക്ഷേത്രം. എവിടെ സ്ഥിതി ചെയ്യുന്നു? കാസർഗോഡാണ്. എവിടെയാണ്? കാസർഗോഡാണ്. അതുപോലെ തന്നെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. എവിടെയാണ്? പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ്. അതുപോലെ തന്നെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും വലിയ പൊങ്കാല ഏതാണെന്ന് അറിയാമോ? ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ പൊങ്കാലയാണ് ചക്കുളത്തുകാവ് ക്ഷേത്രത്തിൽ നടക്കുന്ന പൊങ്കാല കേട്ടോ. അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയെ പോലെ തന്നെ പ്രസിദ്ധമായ ഒരു പൊങ്കാലയാണ് ചക്കുളത്തുകാവിൽ നടക്കുന്ന പൊങ്കാല കേട്ടോ. അത് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയ്ക്കാണ് ചക്കുളത്തുകാവിൽ പൊങ്കാല അർപ്പിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ കണ്ണകി ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? ആറ്റുകാല്, കൊടുങ്ങല്ലൂര്, അതുപോലെ തന്നെ പെരിയാർ കടുവാസങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മംഗളാദേവി ക്ഷേത്രങ്ങൾ. പെരിയാർ കടുവാസങ്കേതത്തിനുള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണ്? മംഗളാദേവി ക്ഷേത്രമാണ്. മംഗളാദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയും എന്താണ്? കണ്ണകി പ്രതിഷ്ഠയാണ്. ഇതാണ് കണ്ണകി പ്രതിഷ്ഠയാണ്.